ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇതേ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ്. ചേട്ടാ ഇതേ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതേ രാവിലെ ഞാനും എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് നേരം ആയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അതേ രാവിലത്തെ പണികളിലോട്ട് കിടക്കുകയാണ്. അപ്പോഴത്തേനും ചേട്ടാ ഇതേ ജോലിക്ക് പോയപ്പോൾ ഞാനും കൂടി ഫ്രെയിം വരട്ടെ എന്ന് പറഞ്ഞ് കയറി വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേട്ടാനെ ഓടിച്ചു വിട്ടു. അപ്പോൾ ഈ അടുക്കളയിൽ രാവിലെ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കിവിടെ വിറക് തീരെ കുറവാണ് ഗൈസ്. നമ്മൾ അടുത്തൊരു തോട്ടം വെട്ടിയായിരുന്നു, പക്ഷെ നമുക്ക് വിറക് ഇച്ചിരി കിട്ടുകയുള്ളൂ. 2 ദിവസം പോകണമെന്ന് ഓർത്തിരുന്നിട്ട് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇരുന്നിട്ടേനും അവിടെ JCBക്ക് വന്ന വിറകെല്ലാം കൂടെ ഇങ്ങനെ വാരിക്കൂട്ടി അവർ കത്തിച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് വിറക് ഇച്ചിരി കിട്ടിയുള്ളൂ. നമ്മൾ ചോറ് മാത്രം വിറകടുപ്പിലാണ് വെക്കുന്നത്, ബാക്കി കറികളും കാപ്പികളും എല്ലാം ഗ്യാസിലുണ്ടാക്കും. അപ്പോൾ എല്ലാ വീഡിയോയും ഓൺ വോയിസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. റിയൽ വോയിസിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല, കാരണം ഇവിടെ ടിവിയുടെ സൗണ്ടും അതും ഇതുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ തീ പിടിപ്പിക്കുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ എനിക്ക്. കാരണം ഇവിടെ നമുക്ക് മണ്ണെണ്ണയൊന്നും അതിൻ്റെ അകത്ത് ഇല്ല ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പേപ്പർ കത്തിച്ചിടും. പിന്നെ കുഞ്ഞു ചുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് അതിലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് തീ കത്തിക്കാറുള്ളത്. അപ്പോൾ ഒരു വിധത്തിൽ തീയൊക്കെ കത്തി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ, അരിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പച്ചക്കറി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നി. കുറേ നാളായിട്ട് അവിയലൊക്കെ ഉണ്ടാക്കിയിട്ട്, കാരണം സദ്യയൊക്കെ വരുമ്പോഴൊക്കെ അവിയലൊക്കെ വെക്കാറുള്ളൂ, അല്ലെങ്കിൽ അല്ലാത്ത കറികളൊക്കെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ വെള്ളരിക്കയൊക്കെ എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അവിയൽ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും വലിയ കുഴപ്പമില്ല, എന്നാലും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ അവിയലിനോട് വലിയ അങ്ങനെ സദ്യക്കൊക്കെ കിട്ടുന്ന അവിയലിന് പ്രത്യേക ഒരു ടേസ്റ്റുണ്ട്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന അവിയലിനോട് ഞാനുണ്ടാക്കുന്ന കറികളോട് എനിക്ക് വലിയ താല്പര്യം കുറവാണ്. ഞാൻ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കുന്നത് കുറവായിരിക്കും. പക്ഷെ ഞാനുണ്ടാക്കുന്ന കറി ചേട്ടായിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിയലിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അവിയലൊക്കെ അവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം കുഞ്ഞിന് സ്കൂൾ വിടാൻ വേണ്ടിയിട്ട് അവളെ ഒരുക്കി ഇരുത്തിയിട്ടുണ്ട്. അവൾക്ക് ചോറ് കൊടുക്കുവാണ് കേട്ടോ. അവൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കി കാത്തു വെക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവൾ അതുവരെ ഒരുങ്ങി കഴിഞ്ഞിട്ട് അവൾ അതുവരെ TV കണ്ടുകൊണ്ടിരിക്കും. പിന്നെ വണ്ടി വരാറാകുമ്പോഴത്തേന് ഞങ്ങൾ ഇച്ചിരി നേരം മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങാൻ. എൻ്റെ കൂടെ പ്രത്യേകിച്ച് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ പോകാറാകുമ്പോഴത്തേനും അകത്ത് തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പുറത്തൊന്ന് ഇറങ്ങിയ ഒരു ചെറിയൊരു റിലാക്സേഷൻ ആവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. അവളുടെ ബാഗും തൂക്കിയിട്ടുണ്ട് ഇറങ്ങി. എനിക്ക് എന്തിൻ്റെ കേടാന്ന് അറിയത്തില്ല, ഞാൻ ആ ബാഗും തൂക്കിയിട്ടുണ്ട് നിൽക്കുന്നത്. വണ്ടി വരുമ്പോൾ ബാഗ് എടുത്താൽ പോരെ, ഞാൻ ബാഗും തൂക്കിയിട്ടുണ്ട് നിന്ന് ഗൈസ്. അതിനകത്ത് വെള്ളമുണ്ട്, സ്നാക്സ് ഉണ്ട്, ബുക്കുണ്ട് അവളുടെ. അത് ചുവന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റമടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഗൈസ്. മുറ്റം നമുക്ക് അത്യാവശ്യം ഇച്ചിരി ഫ്രണ്ട് ഭാഗമുണ്ട്, ബാക്ക് ഭാഗമുണ്ട് കേട്ടോ അത്യാവശ്യം അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട്, ഇങ്ങോട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മുറ്റത്ത് അവിടെ പുല്ലൊക്കെ ആയിട്ടുണ്ട്. പുല്ല് പൊറുക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ നടുവിൻ്റെ ഇടപാട് തിരുവാടി ഞാൻ പുല്ലൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് അടിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ചാമ്പയിൽ ഒത്തിരി ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ചാമ്പങ്ങ പൊഴിഞ്ഞു പോകും, നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ അത്യാവശ്യം ചാമ്പങ്ങ നന്നായിട്ട് പഴുത്ത് വന്നിട്ട് പോലും എല്ലാം കാക്ക കുത്തി കൊണ്ടുപോകുകയാണ് കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് എടുക്കാൻ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല. ഞാൻ ഒരു കോഴ്സ് ചേർന്ന് പഠിക്കുന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പഠിത്തവും കാര്യങ്ങളും എല്ലാം നടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് MB ഇല്ല അധികം. അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.